दृष्टाश्च पृष्टाश्च कृतोपकारः जन्मान्तरे ये मम संगताश्च तेभ्यः स्वधा पिण्डमहं ददामि. ആ ഉരുള ദർപ്പയുടെ മുകളിൽ വെക്കുക. രണ്ടാമത്തെ ഉരുളയ്ക്കുള്ള ചോറെടുത്ത് ഉരുട്ടുള്ള ജപിക്കുന്ന മന്ത്രം ഓം പിതൃവംശേ മൃതായേ ച മാതൃവംശേ വിവർജിതാഃ ക്രിയാലോപ ഹതാശ്ചൈ വജത്യന്ധഃ പങ്കവസ്ഥ വിരൂപഃ ആമഗർഭശ്ച ജ്ഞാതാജ്ഞാതാ കുലേ മമ ധർമ്മ പിണ്ഡോ മായാദത്തോ അക്ഷയ്യം ഉപതിഷ്ഠതു. വാസരയുക്തയാം ശുഭനക്ഷത്ര ശുഭയോഗ ശുഭകരണ ഏവം സകല ഗുണ വിശേഷേണ വിശിഷ്ടായാം മുമ്പള്ളി രാമപിള്ള ആശാനാണ് ചേവണ്ണൂർ. ഈ ചാവടിയിൽ വെച്ച് സംസ്കൃതത്തിൽ ഉന്നത ശാസ്ത്രവിദ്യ അഭ്യസിപ്പിച്ചു. അതിനുശേഷമാണ് ഭഗവാൻ മരുത്വാമലയിൽ തപസ്സനുഷ്ഠിക്കുകയും അരിപ്പുറത്ത് തപസ്സും തൻ്റെ ജീവിത അവതാര ഉദ്ദേശ ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിനുള്ള പദ്ധതിയും ആവിഷ്കരിച്ച് 1888 ശിവരാത്രി ദിവസം തൻ്റെ പദ്ധതിയുടെ ശിലാന്യാസം ചെയ്തുകൊണ്ട് ശിവകരമായ ആ ശിവനെ അവിടെ സംസ്ഥാപനം ചെയ്തുകൊണ്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത ഒരു ലോകത്തെ അവിടുന്ന് വിഭാവനം ചെയ്തുകൊണ്ട് ഈ നാടിൻ്റെ നാടായ മലകളും കുന്നുകളും മലകളും കുഴികളും സമുദ്രതീരങ്ങളും നദീതീരങ്ങളും എന്ന് വേണ്ട ഓരോ ഗ്രഹങ്ങളിലും എത്തി ജനങ്ങൾക്ക് ഭൗതികവും ആധ്യാത്മികവുമായ ഉന്നതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ചെയ്യുണ്ടായി. ആ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ലോകം മുഴുവൻ ഇന്ന് ഗുരുവിൻ്റെ ദർശനത്തെ നെഞ്ചോട് ചേർത്ത് ആരാധിക്കപ്പെടുന്നത്. ആ മാർഗത്തിലൂടെ, നേരായ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത്. അങ്ങനെ ഗുരുവിൻ്റെ ഈ രണ്ടാം ഗുരുകുലം കുമ്മമ്പള്ളി രാമപിള്ള ആശാൻ വിദ്യ അഭ്യസിപ്പിച്ച ഈ ചേവണ്ണൂർ കുടുംബത്തിലെ ഈ ചാവടി ആകുന്ന കളരി 2021 ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയായ ശ്രീനാരായണ ധർമ്മ സംഘം സന്യാസി സംഘം 2 കോടി രൂപ വിലയ്ക്ക് വാങ്ങുകയുണ്ടായത്. അതിന് ആവശ്യമായ 2 കോടി രൂപയും പ്രമാണ ചെലവിന് ആവശ്യമായ 2 ലക്ഷം രൂപയും ശ്രീ കെ മുരളീധരൻ മുരളിയ ഫൗണ്ടേഷനാണ് ശിവഗിരി മഠത്തിൻ്റെ അക്കൗണ്ടിലേക്ക് തരികയും അത് വിലയാധാരം ചമയ്ക്കുകയും ചെയ്തു. അങ്ങനെ 2021 ശേഷം 2022 മുതൽ ഈ ചേവണ്ണൂർ കളരിയുടെ പുനരുദ്ധാരണം ആരംഭിച്ചു. ശിവഗിരി മഠത്തിൻ്റെ അധീനതയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. ഈ പരിസരമൊക്കെ ഒരു അർത്ഥവനം.
ഈ കളരിയും ഈ തറവാടും ഇടിഞ്ഞു പൊളിഞ്ഞ് നാശത്തിൻ്റെ ഏതാണ്ട് വക്കിലേക്ക് എത്തിയ അവസ്ഥ. അവിടെ നിന്ന് പുനരുദ്ധാരണത്തിൻ്റെ പ്രാരംഭ കർമ്മങ്ങൾ ആരംഭിച്ചു. ഏതാണ്ട് ഇപ്പോൾ 2.5 വർഷമായി ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് യാതൊരു തരത്തിലുള്ള പൂർവ ചരിത്ര ശാസ്ത്ര വാസ്തു ശില്പത്തിന് കോട്ടം വരുത്താതെ എങ്ങനെയായിരുന്നു ഈ ചെവണ്ണൂർ തറവാടും തറവാടിനോട് ചേർന്നുള്ള ഈ കളരിയും നിലനിന്നത് അതുപോലെ ആക്കി തീർത്തിരിക്കുകയാണ്. ഇത് ഇത്തരത്തിലേക്ക് ആക്കി തീർക്കുന്നതിനും ഈ ഭൂമിയും ഇതെല്ലാം ഗുരുപാദങ്ങളിൽ സമർപ്പിച്ച കെ മുരളീധരൻ മുരളിയ ഫൗണ്ടേഷൻ തന്നെയാണ് കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് ഇതിൻ്റെ പുനരുദ്ധാരണവും തന്നെയല്ല ഇന്നിവിടെ കാണുന്ന പുതിയ നിർമ്മാണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ചെലവിലാണ് നടക്കുന്നത്. നിങ്ങളിന്ന് ഇവിടെ വന്ന് പിതൃക്കൾക്ക് തർപ്പണം നൽകിയ ഇപ്പോൾ ചെറിയ ഓഡിറ്റോറിയമാണ്. 1 മാസത്തിനകം അത് ഇവിടെ ഒരു വലിയ ഓഡിറ്റോറിയമായി മാറുകയാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നം ഭക്ഷിക്കുന്നതിനും ദൂരെ നിന്നും ഈ നാട്ടുകാർക്കുമൊക്കെ ആധ്യാത്മികമായ അറിവ് പകരുന്നതിനും ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനാണ് ആ ഓഡിറ്റോറിയം തയ്യാറാകുന്നത്. ഇപ്പോൾ പിതൃക്കൾക്ക് നമ്മളുടെ കടമ നിർവഹിക്കുന്നതിനുള്ള വേദിയായി മാറിയിരിക്കുകയാണ്. അവിടെയാണ് നിങ്ങൾ അദ്ദേഹവും ഈ കെ മുരളീധരൻ മുരളിയ ഫൗണ്ടേഷൻ അവർക്ക് തന്നെയാണ് അതിനു വേണ്ട പണവും ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ 2 മാസം കഴിഞ്ഞ് വരുമ്പോൾ അതൊരു വലിയ സംവിധാനമായി മാറുകയാണ്. അതോടൊപ്പം തന്നെയാണ് നിങ്ങൾ പിതൃതർപ്പണം കഴിഞ്ഞ് ഇന്ന് മുങ്ങിക്കുളിച്ച കുളം. ഇവിടെ പുരാതനമായി തറവാടിനോട് ചേർന്ന് ഒരു വലിയ കുളമുണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അത് നികത്തപ്പെടുകയും കഴിഞ്ഞ വർഷമാണ് ആ കുളം പുനരുദ്ധാരിക്കുകയുണ്ടായി. കരിങ്കല്ല് കൊണ്ട് അടിയിൽ നിന്ന് കെട്ടി പടികളാക്കി മേൽക്കൂരയൊക്കെ ഇപ്പോൾ കാണാവുന്നതാണ്. യാതൊരു തരത്തിലുള്ള അഴുക്കും ഒന്നും കുളത്തിൽ വീഴാതെ അതിനെ പരിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ചെവണ്ണൂർ കളരി. അത് ശിവഗിരി മഠത്തിൻ്റെ പ്രത്യേക പദ്ധതിയിൽപ്പെട്ടിരിക്കുകയാണ്. ഇതിനും എല്ലാം മുരളീധരൻ്റെയും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉള്ള് അറിഞ്ഞ് ഭക്തജനങ്ങൾ വളരെയധികം ധനസഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന ഇവിടെ അന്നദാനത്തിനും മറ്റും എല്ലാ ഭക്തജനങ്ങളുടെയും സമർപ്പണമാണ് നൽകുന്നത്. അതുപോലെ തന്നെ എല്ലാ മാസവും പൗർണമി ദിവസം ഇവിടെ വിശേഷമാണ്. 200-250 ആൾക്കാർ കോട്ടയം, അതുപോലെ എറണാകുളം, ഇടുക്കി, തിരുവനന്തപുരം, നമ്മളുടെ ഈ പ്രദേശം ഒക്കെ ഉള്ളവർ ഭക്തിയോടുകൂടി വന്ന് രാവിലെ മുതൽ ഇവിടെ പൂജാതി കർമ്മങ്ങളിലും അതുപോലെ പ്രാർത്ഥനയിലും അവരുടെ ആരാധന, അതുപോലെ അറിവ് പകരുന്നതിനുള്ള പ്രഭാഷണങ്ങളിലും ഒക്കെ പങ്കെടുത്ത് സാഹിത്യം അടഞ്ഞു പോകുന്നുണ്ട്. വരുന്നവർക്കൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണമാണ് കൊടുക്കുന്നത്. കൂടാതെ ഗുരു വിദ്യ അഭ്യസിച്ച ഈ ഗുരുകുലം വിദ്യയുടെ ധാമമായി മാറുകയാണ്. വരും തലമുറകൾക്ക് ഇവിടെ വന്ന് വിദ്യ ആരംഭത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. അക്ഷരം കുറിക്കുന്നത് മാത്രമല്ല, എല്ലാ വിദ്യയും അഭ്യസിക്കുന്നതിനുള്ള പ്രാരംഭം കുറിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്ന വിജയദശമി ദിവസം കുട്ടികളെ എഴുത്തിനിരുത്തുന്നതിന് പ്രത്യേക തയ്യാറെടുപ്പുകൾ
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, ഗുരു വിദ്യ അഭ്യസിച്ച ഈ പുണ്യമായ സങ്കേതത്തിൽ വന്ന് പ്രായഭേദമന്യേ എല്ലാവർക്കും നിങ്ങളുടെ ആ ചൂണ്ടുവിരൽ കൊണ്ട് അരിയിൽ സാഹിത്യമടയാവുന്നതാണ്. അക്ഷര ദേവതയാണ് ഗുരുവിനോട് ചേർന്ന് നിൽക്കുന്നത്. നമുക്കറിയാം, ഒരു അക്ഷരദേവതയെ ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ശാരദാംബ. ആ ശാരദാംബയും കൂടി ആണ് ഇവിടെ സന്നിധാനം കൊണ്ടിരിക്കുന്നത്. വിദ്യാധാമമാവുമ്പോൾ അത് ആവശ്യമാണല്ലോ. അതുപോലെ തന്നെ ഈ ശിവഗിരി തീർത്ഥാടനം ഗുരുവിൻ്റെ മഹത്തായ ലക്ഷ്യമാണ്. ശിവഗിരി തീർത്ഥാടനം അതിന് അഷ്ട ലക്ഷ്യങ്ങളാണ് ഗുരു പറഞ്ഞ് ഭക്തർക്ക് കൊടുത്തിട്ടുള്ളത്. മറ്റ് തീർത്ഥാടന സ്ഥാനങ്ങളെ അപേക്ഷിച്ച് ശിവഗിരിയിൽ ചെന്ന് കുളിച്ച് തൊഴുത് അമ്മയുടെയും ഗുരുവിൻ്റെയും അനുഗ്രഹം വാങ്ങുന്നത് മാത്രമല്ല, ജീവിതത്തിൽ ആധ്യാത്മികവും ഭൗതികമായ ഉന്നതിക്ക് ആവശ്യമായ 8 ലക്ഷ്യങ്ങളടങ്ങുന്ന സന്ദേശങ്ങളാണ് ഗുരു നൽകിയിട്ടുള്ളത്. അത് വെച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങളും അതുപോലെയുള്ള സെമിനാറുകളും മറ്റുമാണ് ശിവഗിരിയിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ദിവസങ്ങളിൽ തീർത്ഥാടകർ പദയാത്രയായി ധാരാളം ആയിരക്കണക്കിന് പദയാത്രകളാണിപ്പോൾ ശിവഗിരിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തീർത്ഥാടന വേളയിൽ കഴിഞ്ഞ 2023 ഡിസംബർ 29 ഇവിടെ നിന്നും പ്രഥമമായി ആരംഭിച്ച പദയാത്ര, ചേവണ്ണൂർ കളരിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര, ഏതാണ്ട് 64 ആൾക്കാരോളം വരുന്ന പദയാത്ര ജനുവരി 1 ഭഗവാൻ നിത്യസാന്നിധ്യം കൊള്ളുന്ന മഹാസമാധി പീഠത്തിൽ, ശിവഗിരി മഠത്തിലെ മഹാസമാധി പീഠത്തിൽ പ്രണമിച്ചുകൊണ്ട് സമർപ്പിതരാകുകയുണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമല്ല 2024 ശിവരാത്രിയോട് അനുബന്ധിച്ച് 1924 ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് ഏഷ്യയിൽ ആദ്യമായി സർവമത സമ്മേളനം നടത്തിയതിൻ്റെ 100ാമത് വർഷത്തോട് അനുബന്ധിച്ച് ആ സമ്മേളനത്തിൻ്റെ സന്ദേശ പ്രചാരണത്തിനായി ചേവണ്ണൂർ കളരിയിൽ നിന്നും വാഹന പ്രചാരണ യാത്ര, 100 കണക്കിന് വാഹന ഭക്തജനങ്ങൾ അവിടെ ആലുവ അദ്വൈതാശ്രമത്തിൽ എത്തുകയും അവിടെ സമ്മേളനം കൂടുകയും ചെയ്യുകയുണ്ടായി. അതുകൂടാതെ തന്നെ ഭഗവാൻ സന്യാസി സംഘത്തിന് പ്രാരംഭം കുറിച്ച തൃശ്ശൂർ കുറുക്കാഞ്ചേരിയിലുള്ള മഹാദേവ ക്ഷേത്രം, ഗുരുവിനാൽ പ്രതിഷ്ഠാപിതമായ മഹാദേവനാണ് അവിടെയുള്ളത്. ആ ക്ഷേത്ര സന്നിധിയിലെ ആശ്രമത്തിൽ വെച്ചാണ് 1928 ജനുവരി 9 ശ്രീനാരായണ ധർമ്മസംഘം, അതായത് ഭഗവാന്റെ സന്യസ്ത ശിഷ്യ പരമ്പരയ്ക്ക് രൂപം നൽകിയത്. 2024 ജനുവരി 9 ചേവണ്ണൂർ കളരിയിൽ നിന്നും അവിടെ സന്യാസിമാർ സംഗമിക്കുമ്പോൾ ഇവിടെ നിന്നും ഭക്തജനങ്ങൾ ഒരു ബസ് ായിട്ട് അവിടെ എത്തുകയുണ്ടായി. കൂടാതെ ആ യാത്രയിൽ അദ്വൈതാശ്രമവും ഭഗവാന്റെ കൽപ്പന പ്രകാരം കടൽ ഇരമ്പിക്കേറിയ സ്ഥലത്ത് ബോധാനന്ദ സ്വാമി തൻ്റെ ശിഷ്യൻ്റെ എന്നോട് കൽപ്പിച്ചതനുസരിച്ച് പോയി കടലിന് നേരെ കിടക്കുകയും അങ്ങനെ ആ വാടാനപ്പള്ളിയിലുള്ള ആ കടൽ തീരത്തേക്ക് ഈ സംഘം എത്തുകയും ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ചരിത്രത്തെ നേരിട്ട് കണ്ട് ആനന്ദം കൊള്ളുവാനും ഈ സംഘത്തിന് കഴിയുണ്ടായി. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ചേവണ്ണൂർ കളരിയിൽ നിന്നും തുടർന്നു വരുന്നത്. വരും കാലങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവിധ വിദ്യകൾക്കും ഇവിടെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഗുരുകുല വിദ്യാഭ്യാസം എന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുവാനാണ് ശിവഗിരി മഠം ഇപ്പോൾ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ റിസർച്ച് ലൈബ്രറി അത് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടാകും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു.
ഇന്ന് ഈ പിതൃതർപ്പണ ദിവസം കർക്കടക വാവു ദിവസം ചേവണ്ണൂർ കളരിയിലെത്തി ഇവിടെ ബലിതർപ്പണവും പൂർവീകർക്ക്, നമ്മളുടെ കടന്നുപോയ പൂർവീകർക്ക് അവർക്കായിട്ടുള്ള നമ്മളുടെ ധർമ്മ നിർവഹണം നടത്തിവാൻ എത്തിയതിൽ ചേവണ്ണൂർ കളരിക്കും ശ്രീനാരായണ ധർമ്മസംഘം ശിവഗിരി മഠത്തിനുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഉള്ളവൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിലും അമ്മയുടെ പാദത്തിലും സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.